വെൽക്കം ടു ലെജൻസ്. നമ്മുടെ ഇന്നത്തെ ഓർണമെന്റ്സ് വീഡിയോയിൽ ലോക്കറ്റും സ്റ്റഡും കൂടെ സെറ്റായിട്ട് നേരത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഈ ഒരു ടൈപ്പ്. നിങ്ങൾക്ക് ഗോൾഡ് പോലെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല ടൈപ്പ്. ഈ ഓപ്പൺ ആകുന്നില്ലേ? ഇതുപോലെ കേട്ടോ വരുന്നത്. ഫുൾ ലേഡി സ്റ്റോണിൻ്റെ ഐറ്റമാണ്. ഇത് ശരിക്കും നല്ല ലോക്കറ്റാട്ടോ. എനിക്ക് തോന്നുന്നു ഗോൾഡിൽ പോലും തപ്പി നടന്ന ചിലപ്പോൾ ഇത്ര നല്ല ഡിസൈൻ കിട്ടിയെന്ന് വരത്തില്ല. അത്രയും നല്ല ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ കമ്മൽ വരുന്നത് ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള സ്റ്റഡും ആട്ടോ. ഇതാണ് സ്റ്റഡ് വരുന്നത്. ഭയങ്കര അടിപൊളി ഡിസൈനാണ്. കുഞ്ഞു കുഞ്ഞ് സ്റ്റോൺസാണ് യൂസ് ചെയ്തേക്കുന്നത്. കംപ്ലീറ്റ് എല്ലാം AD സ്റ്റോൺ തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇതിൻ്റെ ലോക്കറ്റിൻ്റെ ഹാങ്ങിങ്ങെ പോലും കുഞ്ഞായിട്ട് ആ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല തിളക്കം കേട്ടോ. മെയിനായിട്ട് AD സ്റ്റോണിൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തിളക്കം തന്നെയാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് അതിനെ അട്രാക്റ്റ് ആകുന്നത്. സാറിന് വരുന്ന ഇന്ത്യൻ മെയ്ഡായിട്ട് വരുന്ന ഐറ്റംസുമായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അത്രയും നല്ല ഫിനിഷിംഗ് ഉള്ള ഐറ്റംസ് ആണ്. ഗോൾഡ് അല്ലാതെ അന്ന് പറയത്തില്ല. അത്രയും നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു ഗോൾഡിന്റെ ഫിനിഷ് കിട്ടുന്ന ഐറ്റം. അപ്പൊ ഇതിന് നമുക്ക് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ചെയിൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മാച്ച് ചെയ്തിടാം. പിന്നെ നമ്മൾ ചെയിനായിട്ടൊക്കെ കാണിക്കാറുണ്ട്. അങ്ങനെ നോക്കിയിട്ട് നമ്മുടെ സൈറ്റിൽ തന്നെ നോക്കിയിട്ട് ഇത് ചെയിനിന്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെ അതിൽ നിന്ന് വേണം സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇതിങ്ങനെ ഒരു ബോക്സിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ അത് അത്രയും ഫിനിഷിങ് ഉള്ളതുകൊണ്ടാണ്. നമ്പർ P921. അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് 1100 1100. നമുക്ക് രണ്ടാമത്തെ ഡിസൈൻ ഇതാട്ടോ. ഭയങ്കര അടിപൊളി ഡിസൈനാണ്. എല്ലാം നല്ല കേട്ടോ. ഇതിങ്ങനെ ഓരോന്നെടുക്കുമ്പോൾ നമുക്ക് എല്ലാം നമുക്ക് ഇഷ്ടപ്പെടും. അപ്പൊ ഇതിങ്ങനെ ആ ഒരു പീകോക്ക് ഡിസൈനാണ്. കറക്റ്റ് എങ്ങനെ പീകോക്ക് ഡിസൈൻ ഇല്ല, അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്തെടുത്തേക്കുന്ന ഐറ്റമാണ്. ഇങ്ങനത്തെ വലിയ സ്റ്റഡൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നല്ലതാട്ടോ. സാരിയുടെ കൂടെ നല്ല അടിപൊളിയായിരിക്കും കാണാനായിട്ട്. അപ്പൊ ഇതുപോലെയാണ്. ഇത് സെന്ററിലാട്ടോ. അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. എല്ലാം സെന്ററിലാണ്. ഇതിന്റെ ബാക്കിൽ ആ ഒരു സ്റ്റഡിന്റെ ബാക്കിലത്തെ ഇതൊക്കെ വരുന്നത്. ലോക്കറ്റും നല്ലതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ചെയിനുമായിട്ട് മാച്ച് ചെയ്യുന്ന ഞാൻ പറഞ്ഞത്. അത്യാവശ്യം വലിയ ഹോളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി വണ്ണമുള്ള ചെയിനുള്ളവർക്കാണേലും ഇടാൻ പറ്റും. നൈസായിട്ടുള്ള മാലയാണേലോ അല്ലെങ്കിൽ ഇച്ചിരി വണ്ണമുള്ള ചെയിനാണേലും ഇടാൻ പറ്റും കേട്ടോ. ഇത്രയും ഇതാണ് കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ആ കൊളുത്തൂടെ കയറുന്ന രീതിക്കുള്ള ലോക്കറ്റിന്റെ ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. രണ്ടാമത്തെ ഡിസൈൻ ഇതാണ്. ഫോട്ടോസ് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിൽ നോക്കിയാണെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ നമ്പർ വരുന്നത് P920. റേറ്റ് വരുന്നത് 1180. 3 ഡിസൈൻസ് ആട്ടോ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് മൂന്നാമത്തെ കൊണ്ടുവന്നേക്കുന്നത് കുറച്ചൊരു സ്ക്വയർ പാറ്റേണുള്ള ഐറ്റമാണ്. അപ്പൊ ഇതിങ്ങനെ സ്ക്വയറിന്റെ ഡിസൈൻ ആയതുകൊണ്ട് കറക്റ്റ് സെന്ററിലല്ല, ചക്കലോടെ കയറിയിട്ടാ കേട്ടോ. എന്നാൽ തീരെ അറ്റത്തല്ല. ഇത് കണ്ടില്ലേ, ഇത്രയും പോർഷൻ കഴിഞ്ഞിട്ടാണ് അത് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത് ഇച്ചിരി കുഞ്ഞ. മുമ്പത്തേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ചക്കലും കൂടെ ചെറുതാണ്. അപ്പൊ അത്ര റേറ്റ് വരത്തില്ല. ഇതാണ് ഏകദേശം ഇതിന്റെ ലുക്ക് വരുന്നത്. പക്ഷേ ഈ ലോക്കറ്റിന്റെ ഈ ഒരു മാലയ്ക്ക് എൻട്രി ചെയ്യുന്ന ആ ഒരു ഇതൊക്കെ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇതൊരു സ്ക്വയർ പാറ്റേണിൽ മുമ്പത്തേതിനേക്കാളും കുറച്ചൊരു ചെറുതാണ്. അത്രേ ഉള്ളൂ. എന്നാലും നല്ല കേട്ടോ. സ്റ്റോണിന്റെ ഒക്കെ എണ്ണം അനുസരിച്ചാണ് റേറ്റ് കൂടുകയും കുറയും ചെയ്യുന്നത്. മറ്റേ നിങ്ങൾ നോക്കിയാൽ മതി, അത്രയും എണ്ണം സ്റ്റോൺസ് അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആ ഒരു ഇത്ര വലിപ്പമല്ലേ ഉള്ളൂ. ആ ഒരു വലിപ്പത്തിനനുസരിച്ചുള്ള സ്റ്റോൺ ഉപയോഗിച്ചിട്ടുണ്ട്. എന്റെ കയ്യിൽ വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. അത്യാവശ്യം തീരെ കുഞ്ഞല്ലോ കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ലോക്കറ്റും സ്റ്റഡുമാണ് ഇത് ഉപയോഗിച്ചേക്കുന്നത്. അപ്പൊ ഇതിന്റെ നമ്പർ P919. റേറ്റ് 890 മാത്രമേ ഉള്ളൂ. 896.